ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ബാക്കിൽ കാണുന്ന പോലെ 3XOടെ MX2 Pro എന്ന് പറയുന്ന അധികം ആരും ചെയ്തിട്ടില്ലാത്ത ഒരു വേരിയൻ്റാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഈവൻ സൺറൂഫ് വരെ ഈ ഒരു വേരിയൻറ്റിനകത്തുണ്ട്. സോ ഒരുപാട് ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടുള്ളൊരു വേരിയൻ്റാണ്. സോ ഈ വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹൊറൈസൺ മഹേന്ദ്ര ഷോറൂമിലാണ്. സോ നിങ്ങൾക്ക് എൻക്വയറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിനകത്ത് വിളിച്ചാൽ മതി. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇതാണ് ഇവൻ്റെ ഫ്രണ്ടിലെ ഡിസൈൻ എന്ന് പറയുന്നത്. ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് 1.2 ലിറ്റർ 200 Nm ടോക്കും 110 bhp പവറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇനി ഇവൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസ് മോഡൽസ് തൊട്ട് നമുക്ക് ഈ ഒരു DRLs അവൈലബിൾ ആണ്. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് അവൈലബിൾ ആണ്. ഫോഗ് ലാംപ്സ് ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇതെല്ലാം ഫുള്ളി നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഗ്ലോസി ഫിനിഷിനകത്താണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഈ ഒരു വേരിയൻറ്റിനകത്ത് മൊത്തത്തിൽ ഫ്രണ്ടിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ വേറെ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. താഴെ നമുക്ക് എയർ ഡാമുകൾ നമുക്ക് താഴെ കാണാനായിട്ട് പറ്റും. ഈ ഒരു വേരിയൻറ്റിനകത്ത് 16 ഇഞ്ച് ടയേഴ്സ് ആണ് ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത്. അലോയ് വീൽസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്താണ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വണ്ടി വാല്യൂ ഫോർ മണി ആണെന്ന് പറയുന്നത്. മാത്രമല്ല ഇതൊരു ടർബോ എഞ്ചിൻ കൂടിയാണ്. സോ ഇത്രയും ചെറിയ പ്രൈസിനകത്ത് ഒരു ടർബോ എഞ്ചിൻ കിട്ടുന്നത് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് മോഡലൊക്കെ ഏകദേശം 9 ലക്ഷം രൂപ താഴേക്കാണ് പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാം ബോഡി കളേർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പം ഇവിടെയും പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു ക്ലാഡിങ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നത് നമുക്ക് കാണാം. ഇതൊന്നും അല്ല ഇവൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പം സെൻറ്ററിൽ ലൈറ്റ്സ് കണക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ആയിരുന്നു ഇവൻ്റെ ഹൈലൈറ്റ്. സോ ഈ വേരിയൻറ്റിനകത്ത് നമുക്കത് അവൈലബിൾ അല്ല. അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൃത്തികേടും കാര്യമൊന്നുമില്ല, വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചില ആളുകൾക്ക് കണക്റ്റഡ് ടൈൽ ലാംപ്സിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന ഇതാണ്. എനിക്ക് പേഴ്സണലി കണക്റ്റഡ് ടൈൽ ലാംപ്സ് ഇപ്പം വലിയ ഇഷ്ടമല്ല. കാരണം ഒരുപാട് വണ്ടികളിൽ അത് കണ്ട് ദൂരെ നിന്നൊക്കെ കാണുന്ന സമയത്ത് ഏത് വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും എനിക്കങ്ങനെ കണക്റ്റഡ് ടൈൽ ലാംപ്സ് ഇഷ്ടമൊന്നുമല്ല. ഷാർക്സിൻ്റെ ആൻറ്റിന ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്, നോർമൽ ആൻറ്റിനയാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സെൻസേഴ്സ് ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് സെൻസേഴ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, 2 റിഫ്ലക്റ്റേഴ്സ് കാണാം. പിന്നെ ഈ LED ലൈറ്റ്സ് ഈ ഒരു പോർഷൻ മാത്രമാണ് LED ലൈറ്റ്സ് വരുന്നത്. ഇവിടെ ഹാലജൻ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ കുഴപ്പമില്ല, നമുക്ക് കാര്യങ്ങൾ നടന്നാൽ മതിയല്ലോ. സോ ബാക്കിൽ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി മെയിനായിട്ട് പറയേണ്ടത് 360 ലിറ്റർ സംതിങ് ആണ് ഇവൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ്. 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ ബേസ് മോഡൽസ് തൊട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3 പോയിൻ്റ് ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വേറെ ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും ബൂട്ട് സ്പേസിനകത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ള ഹുക്ക് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പാസഞ്ചർ ഈ വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. സോ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇവിടെ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു വണ്ടിക്കകത്തും എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഹാൻഡിൽസ് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഈ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കൈ ഇവിടെ ഇങ്ങനെ ലോക്കാവും. സോ ഞാൻ എപ്പോഴും ഇവിടെ പിടിച്ചിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. സോ 3XO എന്ന് പറയുന്ന ബാഡ്ജിങ് സെൻട്രലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മഹേന്ദ്രയുടെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറാം. അതിന് മുമ്പേ കീ കാണിച്ചു തരാം. ഇതാണ് അത്യാവശ്യം വലിയ കീ ആണ്. മാത്രമല്ല നല്ല കീ ആണ്, നല്ല വെയിറ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള കീ ആണ്. നമുക്ക് പിടിക്കും പറയാം. 2 കീയിലും നമുക്ക് റിമോട്ട് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പം ആദ്യം ഡോർ പാഡ് നോക്കാം. വൈറ്റും ബ്ലാക്കും ഫിനിഷാണ് ഡോർ പാഡിൽ കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ ഓട്ടോ ഡൗണും ഓട്ടോ അപ്പും കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 സ്പീക്കേഴ്സാണ് ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ട്വീറ്റേഴ്സ് അവൈലബിൾ അല്ല, പക്ഷേ അതിനുള്ളൊരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സ്റ്റോറേജ് സ്പേസ് ഇവിടെ നമുക്ക് കാണാം. 2 കുപ്പി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് 2 കുപ്പിയല്ല, ഇവിടെ വേറെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വെക്കാം. അതിനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിനി ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ എടുത്ത് പറയാം സീറ്റിംഗ് പൊസിഷൻ്റെ കാര്യമാണ്. സോ അതിന് മുന്നേ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. സോ നമുക്ക് സെൻറ്ററിലേക്ക് തിരിച്ചു വെക്കാം. ഇതാണ് സ്റ്റിയറിംഗ് വീലുകൾ വരുന്നത്. ലെതർ റാപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഇത് പിടിക്കാനായിട്ട് പ്രത്യേകിച്ച് സുഖമൊന്നുമില്ല. സോ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇതിലൊരു റാപ്പ് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ഇവിടെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഹോൺ ഒന്ന് അടിച്ച് കേൾക്കാം.
നല്ല ഹോണാണല്ലോ, നല്ല നീറ്റായിട്ടുള്ളൊരു ഹോണും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫാക്കി നോക്കാം. ഓഫാക്കുമ്പോൾ ഗുഡ് ബൈ എന്നും പറഞ്ഞ് എഴുതി കാണിക്കുന്നു. ആ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. സീറ്റ് പൊസിഷൻ്റെ കാര്യം ഞാൻ ആദ്യം തന്നെ എടുത്ത് പറയാം. നമുക്ക് ഡ്രൈവർ സൈഡിലാണെങ്കിലും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടില്ല. സോ ഈ ചെറിയ പ്രൈസിനകത്ത് കിട്ടുന്ന വണ്ടികളിൽ ചെറിയ രീതിയിലുള്ള കോസ്റ്റ് കട്ടിങ്ങുകളൊക്കെ അവർ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. സോ നമുക്ക് AC ഒന്ന് ഇട്ടേക്കാം. നല്ല ചൂടെടുക്കുന്നുണ്ട്. സോ ഇതാണ് മെയിനായിട്ട് പറയുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അത്യാവശ്യം ഒരു 10 to 11 ഇഞ്ച് സൈസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. എന്തായാലും നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും വയേർഡായിട്ട്. ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ കളർഫുള്ളാണ് കേട്ടോ. അതുകൊണ്ട് മഞ്ഞയുണ്ട്, റെഡ് ഉണ്ട്. സോ കളർഫുള്ളാണ്. സെൻറ്ററിൽ ചെറിയൊരു MID കാണാം. അനലോഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി കാണാനായിട്ടൊരു സ്പോർട്ടി ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ബോണറ്റ് കണ്ടുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അതാണ് ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ്റെ. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. മിറേഴ്സ് നമ്മൾ മാനുവലി നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇവിടെ മാത്രം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, പക്ഷേ വൈറ്റ് കളർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷും അതിനകത്തൊരു ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകളൊക്കെ ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പം ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ AC കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ്. സോ ഇവിടെ ടെമ്പറേച്ചർ ഇങ്ങനെ നമുക്ക് തണുപ്പും കൂളും ഒക്കെ ആയതുകൊണ്ടോ ഇങ്ങനെ റെഡ് ആവും, ചൂടാക്കുമ്പോൾ അത് റെഡ് ആവും. സോ ഇങ്ങോട്ട് തണുപ്പാകുമ്പോൾ ബ്ലൂ ഇങ്ങനെ 1, 2, 3, 4 ഇവിടെ ഒരു മഹേന്ദ്രയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ കിടന്ന് ഓടത്തില്ല കേട്ടോ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ്, ഒരു ഗ്രിപ്പുള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇവിടെ എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഇതാണ് ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ലോക്കൽ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഹസാർഡ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ എയർ ബാഗ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും. കാരണം സ്വിച്ചസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ഈസി ആയിരിക്കും. സോ എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പോർഷൻ. ബാക്കിലേക്ക് വരുമ്പം ഇതാണ് ഗിയർ ലിവർ വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഇപ്പം 2 ഗിയർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മാനുവലും ഓട്ടോമാറ്റിക്കും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഒരു ചെറിയ കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് നമുക്ക് കാണാം. അതൊക്കെ ഞാൻ പറഞ്ഞ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടെന്ന്. ഇവിടെ നല്ല രീതിയിൽ സ്പേസ് നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സീറ്റുകളെ കുറിച്ച് പറയാം. ഈ ഒരു സീറ്റുകൾ ആക്ച്വലി ഒരു തുണി പോലത്തെ മെറ്റീരിയലാണ്. നല്ല ഫാബ്രിക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്. കട്ടി ഉണ്ടെങ്കിലും നമുക്ക് ഇരുന്ന് കഴിഞ്ഞത് പെട്ടെന്ന് പോകില്ല എന്നുള്ളൊരു ഫീല് നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ക്രോസ് ആയിട്ടുള്ള ടെക്സ്ചർ കാര്യങ്ങളൊക്കെ കാണാം. ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം സൺറൂഫ്. ഇത് കണ്ടോ, സൺറൂഫ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഈ 10-10.5 ലക്ഷം രൂപ അല്ലെ 10.25 ലക്ഷം രൂപയ്ക്ക് അകത്ത് വരുന്ന വണ്ടിക്കകത്ത് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺ ഹോൾഡർ നമുക്കിവിടെ കൊടുത്തത് കാണാം. പിന്നെ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ എല്ലാം ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഇവിടെ മിറേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി ഒരു രക്ഷയില്ല. അടിപൊളി ക്വാളിറ്റിയാണ്. സോ ഇത് കണ്ടോ, ഇവിടെ മിറേഴ്സ് കൊടുത്തിട്ടില്ല. എന്തായാലും ഈ സാധനങ്ങളുടെ എല്ലാം ക്വാളിറ്റി നമുക്ക് അതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മിറേഴ്സ് നമ്മൾ മാനുവലി നമ്മൾ കൺട്രോൾ ചെയ്യണം. 6 എയർ ബാഗ്സ് ബേസ് മോഡൽ തൊട്ട് കിട്ടുന്നുണ്ട്. എയർ ബാഗ്സിൻ്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ബട്ടൺ, ഒരു റെഡ് കളറിൽ ഒരു ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഓഫ് ആവും ഓൺ ആവുകയും ചെയ്യുന്ന കാണാം. ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചസിൻ്റെ ഒക്കെ ക്വാളിറ്റി നൈസാണ് കേട്ടോ. ഇതിങ്ങനെ മാറ്റുമ്പോൾ ടിക് ഫീൽ കിട്ടുന്നുണ്ട്. സോ ഇതുണ്ട്. ഇവിടെ AC കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നൈസാണ്. ഈ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ക്വാളിറ്റി നല്ല ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ഫീൽ നമുക്ക് എവിടെ ടച്ച് ചെയ്താലും 3XOയ്ക്കകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് ബാക്കിലേക്കും കൂടെ കയറി നോക്കാം. ബാക്കിലെ സീറ്റിലേക്ക് നമുക്ക് കയറാം. അതിന് മുമ്പ് ഡോറിൻ്റെ ഓപ്പണിംഗ് കാണിച്ചു തരാം. ശരിക്കും ഫ്രണ്ട് ഡോറിൻ്റെ ഓപ്പണിംഗ് ആണ് അത് എടുത്ത് പറയേണ്ടതുണ്ട്. അത്യാവശ്യം വലിയ ഓപ്പണിംഗ് ആണ്. നല്ല വലിയ ഡോറുകൾ പോലത്തെ ഫീൽ. നമുക്ക് സിമ്പിളായിട്ട് കയറാം. നമുക്ക് 90 ഡിഗ്രി ഓപ്പണിംഗ് അല്ല വരുന്നത്, എങ്കിൽ പോലും അത്യാവശ്യം വലിയ സ്പേസ് ഉണ്ട്. സോ ഇനി നമുക്ക് ബാക്കിലേക്ക് കയറി നോക്കാം. ഡോറുകൾ അടയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ട് നിങ്ങൾ കേട്ട് നോക്കി. ഇത് കണ്ടു, ബുംബെന്നുള്ള ആ ഒരു കുലുക്കമുണ്ട്. ഇത് കണ്ടു, രക്ഷയില്ല. ഡോറിനൊക്കെ നല്ല വെയിറ്റും ഉണ്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ. പിന്നെ ഇതിൻ്റെ നേരത്തെ വേരിയൻറ്റിനകത്ത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ കിട്ടിയ വണ്ടി തന്നെയാണ്. സോ ഉള്ളിലേക്ക് കയറി ഇരിക്കുമ്പോൾ
തൈ സപ്പോർട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തു പറയാം. തൈ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഇതുണ്ട്, ഇത്രയും ഗ്യാപ്പുണ്ട്. സോ അതുകൊണ്ട് കാലിങ്ങനെ വെച്ച് നമുക്ക് ഉള്ളിലേക്ക് കയറ്റി ഇരിക്കാനായിട്ട് പറ്റും. ഞാൻ എപ്പോഴും ഇരിക്കുമ്പോൾ കുറച്ച് റിലാക്സ്ഡ് കാലിങ്ങനെ അകത്തി വെക്കും. സോ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം, റിയർ AC വെൻറ്റുകൾ നമുക്ക് ബേസ് മോഡൽ തൊട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യാനായിട്ട്, USB ചാർജിങ് സോക്കറ്റും താഴെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ലൈറ്റിൻ്റെ ഒക്കെ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. സ്വിച്ചൊക്കെ നൈസ് ക്വാളിറ്റിയാണ്. പിന്നെ ഇത് ഹെഡ് റെസ്റ്റുകൾ, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളും ബേസ് മോഡൽ തൊട്ട് എല്ലാ വേരിയൻറ്റിനകത്തും കൊടുത്തിട്ടുണ്ട്. സീറ്റുകൾ 60-40 സ്പ്ലിറ്റ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ സീറ്റ് ഇവിടെ നമുക്ക് ഇതുണ്ട്, എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാണാം. ഈ ഹാൻഡിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിളാണ്. മേളിൽ തല മുട്ടത്തൊന്നുമില്ല. ഇവിടെ നിന്ന് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം 3Xോടെ ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം MX2 Pro എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി എനിക്ക് ഇതിനകത്ത് വേണം എന്ന് തോന്നുന്ന കാര്യം, ഒന്ന് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് അലോയ് വീൽസ് നമ്മൾ ചേഞ്ച് ചെയ്യും. പിന്നെ ബാക്കിൽ വന്നിരിക്കുന്ന ആ ഒരു കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആവശ്യമുള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു റിവേഴ്സ് ക്യാമറ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വേരിയൻ്റ് ആണ് ഈ ഒരു മോഡൽ എന്ന് പറയാനായിട്ട് പറ്റും. ഈ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടാതെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ വീഡിയോ തീർത്തു എന്ന് വിചാരിക്കുന്നു. സോ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.